Hi friends, PINNACLE Academy മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് മിക്കപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബോഡി റെസ്റ്റ്. എന്താണ് റെസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ബോഡിയുടെ പൊസിഷന് ടൈമിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനെ റെസ്റ്റ് എന്നും, അതുപോലെ തന്നെ ഒരു ബോഡിയുടെ പൊസിഷന് ടൈമിനനുസരിച്ച് മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പറയും ബോഡി എന്തിലാണ്, മോഷനിലാണ്. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പോയിൻ്റ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബോഡി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ട്രെയിൻ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റാണ്, നമ്മുടെ കാർ, ഒരു ബസ്, ഇതൊക്കെ എന്താണ്, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റാണ്. കാരണം അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് വളരെ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പിന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. അവർ തമ്മിലുള്ള റിലേഷനൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ബോഡി കവർ ചെയ്യുന്ന പാത്തിൻ്റെ ലെങ്തിനെയാണ് ഡിസ്റ്റൻസ് എന്നും, ഒരു ബോഡി അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷൻ വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജെക്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ഈസ് കാൾഡ് ഡിസ്റ്റൻസ്. ഈ സാധനം തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എപ്പോഴും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ വലുതായിരിക്കും. ചില കണ്ടീഷനിൽ മാത്രം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും, ഈക്വൽ ആവും. അതെപ്പോഴാണ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാം. സ്ട്രെയിറ്റ് ലൈനായിട്ടും എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാം. രണ്ട് പാത്തുണ്ട്. ഇപ്പോൾ ബോഡി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയും ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പാത്തിൻ്റെ എന്തായിരിക്കും, ലെങ്ത് ആയിരിക്കും. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ടാമത്തെ ആ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസ് എന്താണ് കൂടുതലും, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് കുറവാണ്. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചത്, ഡിസ്റ്റൻസ് കൂടുതലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, കുറവാണ്. ഇനി ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് നേരെ പോയാലോ, എന്താ പ്രത്യേകത, അവിടുത്തെ പാത്ത് എന്ന് പറയുന്നത് സെക്കൻഡാണ്, അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, അതേ ദൂരം തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഈ കേസിൽ പറയാൻ പറ്റും ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എന്താണ്, ഈക്വലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഡിസ്റ്റൻസ് എന്താകത്തില്ല, ഒരിക്കലും ഡിസ്റ്റൻസ് 0 ആകത്തില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താകാം, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകാം. അതെങ്ങനെയാണ്, ഇപ്പോൾ ഒരു സർക്കുലർ പാത്ത് എയിൽ നിന്ന് ട്രാവൽ ചെയ്തു, എവിടെ തന്നെ എത്തി, എയിൽ തന്നെ എത്തി. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്, 0. എന്താണ് ഡിസ്റ്റൻസ്, റേഡിയസ് 6 ആണെങ്കിൽ 2π എന്തായിരിക്കും, 6 ആയിരിക്കും. ഇനി ബോഡി ഇവിടുന്ന് ഇവിടം വരെ കവർ ചെയ്താലോ, ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്താലോ എന്തായിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, πr ആയിരിക്കും, 2πrൻ്റെ പകുതി. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്, എ ബി ഡയമീറ്റർ എന്താണത്, 2r ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് എങ്ങോട്ട് പോകാം, വെലോസിറ്റി. ഈ ചാപ്റ്റർ പഠിക്കുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനമാണ് വെലോസിറ്റി. എന്താണ് വെലോസിറ്റി എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് സ്പീഡ് എന്താണെന്ന് നോക്കാം. സ്പീഡ് എന്ന് പറയുന്നത് ഒരു ബോഡി ഒരു യൂണിറ്റ് ടൈം കൊണ്ട് കവർ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡെന്നും, ഒരു ബോഡി ഒരു യൂണിറ്റ് ടൈം കൊണ്ട് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, വെലോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റിയും സ്പീഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്താകത്തില്ല, 0 ആകത്തില്ല. വെലോസിറ്റി എന്താകും, 0 ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും. ഈ റിലേഷനൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് എന്താണ്, വെലോസിറ്റിയാണ്. ടൈപ്പ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റീനെ നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് യൂണിഫോം വെലോസിറ്റി. സെക്കൻഡ് വൺ നോൺ യൂണിഫോം വെലോസിറ്റി. ദെൻ തേർഡ് വൺ instantaneous velocity. Then fourth one average
വെലോസിറ്റി. ഇത്രയും 4 തരം എന്തുണ്ട് വെലോസിറ്റി ഉണ്ട്. നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. എന്താണ് യൂണിഫോം വെലോസിറ്റി? ഒരു ബോഡി കവർ ചെയ്യുന്നത് ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? യൂണിഫോം വെലോസിറ്റി. മനസ്സിലായോ? അപ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഇപ്പോൾ ഒരു സെക്കൻഡിൽ 5 മീറ്റർ, അടുത്തൊരു സെക്കൻഡിൽ 5 മീറ്റർ, അടുത്തൊരു സെക്കൻഡിൽ 5 മീറ്റർ, അടുത്തൊരു സെക്കൻഡിൽ 5 മീറ്റർ. ഇവിടെ എന്തായിരിക്കും വെലോസിറ്റി? എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ യൂണിഫോം വെലോസിറ്റിക്കകത്ത് വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂണിഫോം മോഷൻ. വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഗിവൺ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അതെന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ഇസ് കാൾഡ് യൂണിഫോം വെലോസിറ്റി. എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി? അതെ, ഇവിടെ ടൈം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കത്തില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അൺഈക്വൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അപ്പോൾ അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അതെന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 5 മീറ്റർ പോയി, അടുത്തൊരു സെക്കൻഡിൽ 10 മീറ്റർ പോയി, അടുത്തൊരു സെക്കൻഡിൽ 7 മീറ്റർ പോയി, അടുത്തൊരു സെക്കൻഡിൽ 15 മീറ്റർ പോയി. ഒരിക്കലും ഇവിടെ സ്പീഡ് എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. നോൺ യൂണിഫോം വെലോസിറ്റിക്കകത്ത് ഒരിക്കലും വെലോസിറ്റി എന്താകത്തില്ല? കോൺസ്റ്റൻ്റ് ആകില്ല. ഇനി ദെൻ തേർഡ് വൺ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ടൈം ഇൻ്റർവൽ വളരെ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എക്സാമിന് ചോദിക്കുന്നതാണ്. ആ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. ടൈം ഇൻ്റർവൽ വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. അതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എന്ന് പറയുന്നത്. ടൈം എങ്ങോട്ട് ടെൻസ് ചെയ്യുന്നു? 0യുടെ അടുത്തോട്ട്. പക്ഷേ എന്താകത്തില്ല? 0 ആകത്തില്ല. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ആ ലിമിറ്റ് ആ ഡെൽറ്റ ടി ടെൻഡിങ് ടു എന്താണ്? 0 ആണ്. അതായത് ടൈം ഇൻ്റർവൽ വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇതിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എക്സ് ബൈ എന്താണ്? ഡി ടി. ഡി ടി മീൻസ് വളരെ ചെറിയൊരു ടൈം ആയിരിക്കണം. ഇൻ ദെൻ അവസാനത്തെ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ബോഡി കവർ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി. ഇതുപോലെ തന്നെ ആവറേജ് സ്പീഡ് ഉണ്ട്, അത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ എന്തായിരിക്കും? ടോട്ടൽ ടൈം. അപ്പോൾ എന്താണ് ആവറേജ് വെലോസിറ്റി? ഇറ്റ്സ് എ റേഷ്യോ ഓഫ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ ടൈം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണെന്ത്? ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ എന്തായിരിക്കും? ടോട്ടൽ ടൈം ആയിരിക്കും. ഇതാണ് ടൈപ്പ് ഓഫ് വെലോസിറ്റി. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ടൈപ്പ് ഓഫ് വെലോസിറ്റി. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ആരെയാണ്? ആക്സിലറേഷനെ കുറിച്ച് പഠിക്കും. എന്താണ് ആക്സിലറേഷൻ? ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാറ്റത്തിൻ്റെ നിരക്കാണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? വെലോസിറ്റി ആണ് എന്ത്? ആക്സിലറേഷൻ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് ആക്സിലറേഷൻ. എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷനെ നമ്മൾ ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം, നോൺ യൂണിഫോം, ഇൻസ്റ്റൻറ്റേനിയസ്, ദെൻ ഫൈനലി ആവറേജ് ആക്സിലറേഷൻ. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ ഓക്കെ, അതെന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ. ഇനി ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഉദാഹരണത്തിന് ഒരു ബോഡീനെ താഴ്ത്തി വിടുന്നു. ഈ പേന ഇപ്പോൾ താഴ്ത്തി എന്ത് ചെയ്യുന്നു? വീഴുന്നു. ഈ പേന താഴ്ത്തി വീഴാൻ നേരത്തെ നമുക്കറിയാം ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമാണ് താഴ്ത്തി വരുന്നത്. അതായത് ഈ പേനയുടെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും എത്ര വെച്ച് മാറിക്കൊണ്ടിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് എന്ത് ചെയ്യും? വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതായത് ഇവിടെ എന്ത് മോഷനാണിത്? ഇത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനാണ്. ഇനി നോൺ യൂണിഫോം എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1-ാം സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡാണ് ചേഞ്ച് എങ്കിൽ 2-ാമത്തെ സെക്കൻഡിൽ ചിലപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആകാം. അപ്പോൾ വെലോസിറ്റിയുടെ ചേഞ്ച് അൺഈക്വൽ ആണെങ്കിൽ അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. മനസ്സിലായോ? ഈ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് കാൾഡ് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അതുപോലെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 ഡി വി ഡെൽറ്റ വി ബൈ എന്താണ്? ഡെൽറ്റ ടി. ദെൻ എന്താണ് അവസാനം വരുന്നത്? ആവറേജ് ആക്സിലറേഷൻ. എങ്ങനെ ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് മോഷനാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം.
ഞാൻ ജസ്റ്റ് ആ 3 ഇക്വേഷൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുൽ സാറ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനകത്ത് വരുന്ന 3 ഇക്വേഷൻ ഉണ്ട്. ആദ്യം v = u + at. ഇതിനെ യുവിന് ചില ആൾക്കാർ v നോട്ട് എന്ന് വിളിക്കാറുണ്ട്. രണ്ടും എന്ത് തന്നെയാണ്, ശരിയാണ്. v ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t എന്താണ്, ടൈം. ഈ റിലേഷൻ്റെ പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. എന്ത് റിലേഷനാണ്? വെലോസിറ്റി ടൈം റിലേഷൻ. ആദ്യത്തെയും അവസാനത്തെ ആളെ നോക്കിയാൽ മതി. ദെൻ അടുത്ത റിലേഷനാണ് x = ut + ½ at². ഈ റിലേഷൻ വിളിക്കുന്ന പേര് പൊസിഷൻ ടൈം റിലേഷൻ. ഇതെന്താണ് പൊസിഷൻ, ഇതെന്താണ് ടൈം. പൊസിഷൻ ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്ന് പറയാറുണ്ട്. ദെൻ അടുത്തത് ചില ആൾക്കാർ എക്സിന് എന്തും കൊടുക്കാറുണ്ട്, എസ് എന്നും കൊടുക്കാറുണ്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, കാണാപ്പാടം പഠിക്കാതിരിക്കുക. ദെൻ അടുത്ത എന്താണ് v² = u² + 2ax. ഈ റിലേഷൻ്റെ പേരാണ് വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. അപ്പോൾ ഇക്വേഷൻ്റെ മോഷനകത്ത് ഈ 3 റിലേഷനാണ് വരുന്നത്. ഈ 3 റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. കാരണം ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുള്ളതാണ്. ഇനി ഒരു ബോഡി മൂവ് ചെയ്യുന്ന ബോഡിയുടെ കേസിലാണെങ്കിൽ, ഒരു ബോഡി മുകളിലോട്ട് പോകുന്നു. നമുക്കറിയാം മുകളിലോട്ട് പോകുമ്പോൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഒന്നാമത്തെ ഈ ഇക്വേഷൻ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഫൈനൽ വെലോസിറ്റി എന്താവും, 0 ആവും. അപ്പോൾ 0 = u എന്ന് പറയുന്ന അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി. u മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ മൈനസ് എടുക്കുന്നത്. മൈനസ് എന്ത് വരും, gt, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റും gt = എന്തായിരിക്കും, u എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഇക്വേഷൻ മോഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ മോഷൻ ഇങ്ങനെ മാറും. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കിയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് h ആണെങ്കിൽ ഇവിടെ എന്താവും, h = ut പ്ലസ് അല്ല മൈനസ് എന്താണ്, ½ എന്ത് വരും, gt² എന്ന് വരും. ഇനി ഫൈനൽ ഇക്വേഷൻ ഇത് വെച്ചാണ് പ്രോബ്ലം മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താവും, 0 ആവും. ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, u² - 2g എന്ത് വരും, h. ഇവിടുന്ന് വേണേൽ h കണ്ടുപിടിക്കാം. h = എന്തായിരിക്കും, h = u² / എന്താണ് 2g എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഒരു ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസ്, മിക്കപ്പോഴും എക്സാമിന് ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസാണ് ചോദിക്കുന്നത്. ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യം ഓർക്കുക, ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടെ ഫൈനൽ വെലോസിറ്റിയാണ് 0 എങ്കിൽ ഫ്രീലി ഫാളിങ്ങിൻ്റെ കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി എന്താണ്, v. ഇത് കവർ ചെയ്ത ഡിസ്പ്ലേസ് നമുക്ക് എന്ത് വിളിക്കാം, h എന്ന് വിളിക്കാം. അപ്പോൾ ഓരോ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കിയേ. ഇവിടെ എന്താ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ v = എന്തായിരിക്കും, ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്ത് വരും, u എന്തായിരിക്കും, 0 ആയതുകൊണ്ട് തന്നെ h = എന്ത് കിട്ടും, താഴോട്ടാണെങ്കിൽ a എന്തായിരിക്കും, g ആയിരിക്കും. മുകളിലോട്ടാണെങ്കിൽ a എന്തായിരിക്കും, -g ആയിരിക്കും. ഓക്കെ, അപ്പോൾ h = നമുക്ക് എന്താ കിട്ടുന്നത്, h = u 0 ആയതുകൊണ്ട് തന്നെ ½ എന്ത് വരും, gt² എന്ന് കിട്ടുകയും വേണമെങ്കിൽ ഇവിടുത്തെ ടൈം പീരീഡ് ചോദിക്കുകയാണെങ്കിൽ ടൈം t = എന്തായിരിക്കും, 2h/ എന്തായിരിക്കും, g ആയിരിക്കും. അതായത് ഇവിടുന്ന് ഇവിടെ വരെ എത്താനുള്ള ടൈമാണ്. റൂട്ട് എന്താണ്, 2h/ എന്താണ്, g. ഇനി അവസാനത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, 0 അല്ലേ. അപ്പോൾ v² = നമുക്ക് 2g എന്തെന്ന് കിട്ടും, h എന്ന് കിട്ടുകയും v = എന്താണ്, √2gh. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് v = എന്താണ്, 2gh ആണ്. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. മുകളിലോട്ട് പോകുന്ന കേസിൽ a നമ്മൾ മൈനസായിട്ടും, താഴോട്ട് വരുന്ന കേസിൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, പോസിറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഗ്രാഫാണ് നോക്കാനുള്ളത്. ഗ്രാഫിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്, നമുക്ക് മെയിനായിട്ട് 2 ഗ്രാഫാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. അത് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, സിമ്പിൾ ഗ്രാഫാണ്. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 2 ഗ്രാഫാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ ഗ്രാഫ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ പ്രത്യേകത, നമ്മൾ എക്സ് ആക്സിസിൽ എപ്പോഴും നമ്മൾ എന്തിനെടുക്കത്തുള്ളൂ, ടൈമിനെടുക്കത്തുള്ളൂ. വൈ ആക്സിസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയും ആക്സിലറേഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഇനി ഓരോ മോഷൻ്റെയും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഒന്ന് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഗ്രാഫും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആദ്യം ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാൻ മറക്കാൻ പോകുന്നത്. ബോഡി ഇപ്പോൾ എന്തിലായിരിക്കുന്നത്, ബോഡി ഇരിക്കുന്നത് റെസ്റ്റിലാണ്. നമുക്ക് റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് എന്തുണ്ടാകത്തില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് മാറുമോ, ഇല്ല. അപ്പോൾ ഇതാണ് റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ബോഡി ഒരു യൂണിഫോം വെലോസിറ്റി ഉണ്ടെങ്കിലോ ബോഡി പോകുന്നു എന്താണ്, ഒരു യൂണിഫോം
ഒരു യൂണിഫോം വെലോസിറ്റി ആണെങ്കിലോ എങ്ങനെ വരും ഈ ഗ്രാഫ്? ശ്രദ്ധിക്കുക, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അവിടെ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അവിടെ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഈക്വൽ ആണെങ്കിൽ അതിനല്ലേ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതേ ഡിസ്റ്റൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന് എവിടെ വരണം? ഇവിടെ കിട്ടണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ്. ഓർക്കുക, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഇത് എന്താണ്? പോസിറ്റീവ് വെലോസിറ്റിയാണ്. അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് ആണെങ്കിൽ ഓർക്കുക, എന്താണ്? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്? യൂണിഫോം വെലോസിറ്റിയുടെ എന്താണ്? ഗ്രാഫാണ്. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ഇതൊരു സ്ട്രേറ്റ് ലൈനാണ്. ഇൻക്ലൈൻഡ് വിത്ത് എന്തായിരിക്കും? ടൈം ആക്സിസ് ആയിരിക്കും. ഇതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ്. ഇനി യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിലോ? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ടൈമിൽ ഈ ബോഡി ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തു. അതേ ടൈമിൽ തന്നെ ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ബോഡി ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇവിടെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ. ഇനി യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിലോ ഗ്രാഫ് എങ്ങനെ വരും? ഇത് വരും. അപ്പോൾ ഓർക്കുക, യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. യു ഷേപ്പ് ആണെങ്കിൽ ആ യുവിനെ ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടും നമുക്ക്? യൂണിഫോം റിട്ടാർഡേഷൻ. ഇതൊരു പരാബോളയാണ്. ഇതെന്ത് തന്നെയാണ്? ഒരു പരാബോളയാണ്. ഇത് എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പരാബോളയാണ്? എക്സിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന പരാബോളയാണെങ്കിൽ ഇത് എങ്ങോട്ടേക്കാണ്? വൈയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? പരാബോളയായിരിക്കും യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിച്ചിരിക്കേണ്ടത്? നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? പൊസിഷൻ ടൈം ഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫ്സ് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബോഡി റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരുന്നത്? ബോഡി റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുന്നത്? ഓക്കെ, ഓർക്കുക, വെലോസിറ്റി എപ്പോഴും വൈയിലും ടൈം എപ്പോഴും എവിടെയായിരിക്കും? ടിയിലുമായിരിക്കും, എക്സിലുമായിരിക്കും വരുന്നത്. ബോഡി റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് വരക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ബോഡി റെസ്റ്റിലാണെങ്കിൽ ബോഡിക്ക് എന്തില്ല? വെലോസിറ്റി ഇല്ല. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്. ബോഡി റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫ് ഇത് തന്നെയാണ്. ഇനി ബോഡി ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ, ബോഡി ഒരു യൂണിഫോം മോഷനിലാണെങ്കിലോ എന്താ സംഭവിക്കുന്നത്? യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റിക്ക് എന്തില്ല? മാറ്റമില്ല. കൺഫ്യൂഷൻ ആകരുത്. പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെ കിട്ടുന്നത്. പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. കാരണം ബോഡിക്ക് എന്തില്ല? വെലോസിറ്റിക്ക് മാറ്റമില്ല. അതുകൊണ്ടല്ലേ യൂണിഫോം വെലോസിറ്റി വിളിക്കുന്നത്. ഓക്കെ, ഇതിന് അടുത്ത ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിലോ എന്തായിരിക്കും വരുന്നത്? ഈ ഒരു ഗ്രാഫ് ആയിരിക്കും യൂണിഫോം ആക്സിലറേഷൻ. എന്താ? വെലോസിറ്റി കൂടുന്നതിനല്ല നമ്മൾ ആക്സിലറേഷൻ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ. ഇനി റിട്ടാർഡേഷൻ ആണെങ്കിൽ ഗ്രാഫ് എന്ത് വരും? ഇങ്ങനെ വരും. കാരണം എന്താണ്? വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഗ്രാഫൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് നോക്കുക. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിനകത്ത് നമ്മൾ യൂണിഫോം മാത്രമേ പഠിക്കുന്നുള്ളൂ, നോൺ യൂണിഫോം ആക്സിലറേഷൻ പഠിക്കുന്നില്ല. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ഇവിടെ എന്തായിരിക്കും? ടൈം ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫിനകത്ത്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ട് എത്ര ഗ്രാഫുണ്ട്? 1, 2, 3, 4. നമ്മൾ അവിടെ പഠിച്ച എത്ര പഠിച്ചു? 5, 6, 7, 8 ഗ്രാഫ് ബേസിക് ഗ്രാഫുണ്ട്. ഈ 8 ഗ്രാഫ് പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് എന്ത് പ്രോബ്ലം ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരു ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു, മുകളിലോട്ട് വലിച്ചെറിയുന്നു. അത് എന്ത് ചെയ്യുന്നു? മുകളിൽ പോയിട്ട് താഴെ വരുന്നു. എങ്കിൽ ഇതിൻ്റെ എന്ത് വരക്കുക? വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുക, സ്പീഡ് ടൈം ഗ്രാഫ് വരക്കുക. നമുക്കതിന് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് ചെയ്യാം? ഒന്ന് വരക്കാം. ബോഡി മുകളിലോട്ടല്ലേ മുകളിൽ പോകുന്നത്? മുകളിലോട്ട് പോകുന്ന നേരത്ത് നമുക്കറിയാം വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ ഇനിഷ്യലി വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. പിന്നെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് സ്ട്രേറ്റ് ലൈൻ കിട്ടിയത്? കാരണം നമുക്കറിയാം ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അവിടുത്തെ ആക്സിലറേഷൻ പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു എന്താണ്? ഗ്രാവിറ്റിയാണ്. അങ്ങനെ വെലോസിറ്റി കുറഞ്ഞ് അവസാനം മുകളിലെത്തുമ്പോൾ വെലോസിറ്റി എന്താവും? 0 ആവും. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ബോഡി എന്ത് ചെയ്യും? താഴോട്ട് വരും. താഴോട്ട് വരാൻ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇങ്ങനെ വരച്ചാൽ തെറ്റാണ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരക്കാൻ പറ്റുമോ? ഇങ്ങനെ വരച്ചാൽ തെറ്റാണ്. കാരണം ബോഡിയുടെ ഡയറക്ഷന് മാറ്റമുണ്ട്. അങ്ങോട്ട് പോകുന്ന പോസിറ്റീവ് ഡയറക്ഷനാണ്, തിരിച്ചു വരുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വെലോസിറ്റി കൂടും, ശരിയാണ്. പക്ഷേ എങ്ങോട്ടേ കൂടത്തുള്ളൂ? നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് അവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഒരു ബോഡീനെ മുകളിലോട്ട് വലിച്ചെറിയുമ്പോൾ ഉള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ഇനി ഒരു ഇതിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫ് കൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ സ്പീഡ് ടൈം ഗ്രാഫ് എന്താണ്? സ്പീഡ് ആദ്യം എന്ത് ചെയ്യും? കുറഞ്ഞ് എന്താവും? 0 ആവും. പിന്നെ എന്ത് ചെയ്യും? താഴോട്ട് വരുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. പക്ഷേ സ്പീഡിന് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇതാണ് സ്പീഡ് ടൈം ഗ്രാഫ്. അപ്പോൾ ഓർക്കുക, ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഒരു ഫ്രീലി ഒരു ബോഡീനെ നമ്മൾ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫും സ്പീഡ് ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ എന്ത് പഠിച്ചു നോക്കുക? ബേസിക് ആയിട്ടുള്ള ആ
ഗ്രാഫ് അത്ര എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് വരുന്ന എല്ലാ പ്രോബ്ലത്തിനും ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എങ്ങോട്ട് പോകാം? സ്ലോപ്പ് ഓഫ് എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ നോക്കാം. ശ്രദ്ധിച്ചേ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതാണ് പൊസിഷൻ, ഇവിടെ എന്ത് വരും, ടൈം ഗ്രാഫ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫിന് നമുക്ക് സ്ലോപ്പ് എന്ന് നോക്കാം. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, y2 - y ഡിവൈഡ് ബൈ എന്താണ്, x2 - x1. ഇവിടെ y2 - y എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 2 പോയിൻ്റ് എടുക്കുന്നത്, ഇത് x1, ഇതെന്താണ് x2. ഇവിടുത്തെ ടൈം എന്താണ് t1, ഇവിടുത്തെ ടൈം എന്താണ് t2. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുന്നു. എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്? y2 - y, ദാറ്റ് മീൻസ് എന്താണ് x2 - എന്താണ് x1 ഡിവൈഡ് ബൈ എന്ത് വരും, x2 - x1. ഇവിടെ x2 - x1 സ്ഥാനത്ത് നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ t2 - എന്താണ് t1. അപ്പോൾ എന്ത് കിട്ടും, x2 - x1, അതായത് ഈ സാധനം എന്തായിരിക്കും, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ എന്താണ്, ചേഞ്ച് ഇൻ ടൈം. ഇതെന്താ സാധനം, വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വെലോസിറ്റി ആയിരിക്കും. സ്ലോപ്പ് നമുക്ക് വേറെ ടെക്നിക്കിലൂടെ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ആംഗിൾ എന്താണ്, തീറ്റയാണെങ്കിൽ, ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, സ്ലോപ്പാണ്. അത് എന്ത് തന്നെയായിരിക്കും, വെലോസിറ്റി തന്നെയായിരിക്കും. അതെങ്ങനെ കിട്ടി? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് ബൈ എന്താണ്, അഡ്ജസൻറ്റ്. എന്താണ് ഓപ്പോസിറ്റ്, x2 - x1. അഡ്ജസൻറ്റ് എന്താണ്, t2 - t1. അപ്പോൾ ടാൻ തീറ്റയും അതുപോലെ തന്നെ സ്ലോപ്പും എല്ലാം എന്താണ്, വെലോസിറ്റി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കുന്നത് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് അങ്ങ് വരച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം t1 എന്ന് പറഞ്ഞ ടൈം എടുക്കുന്നു. t1 ടൈമിൽ എൻ്റെ വെലോസിറ്റി എന്താണ്, v1. അത് കഴിഞ്ഞ് t2 ടൈം എടുക്കുന്നു. t2 ടൈമിൽ എൻ്റെ വെലോസിറ്റി എന്താണ്, v2. ഓക്കെ, ഞാൻ അതിൻ്റെ സ്ലോപ്പ് എടുക്കുന്നു. സ്ലോപ്പ് നമുക്കറിയാം, എങ്ങനെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, y2 - y, ദാറ്റ് മീൻസ് എന്താണ്, v2 - എന്താണ് v1 ഡിവൈഡ് ബൈ എന്താണ്, x2 - x1, ദാറ്റ് മീൻസ് എന്താണ്, t2 - എന്താണ് t1. എന്താണ് v2 - v1, dv, ചേഞ്ച് ഇൻ വെലോസിറ്റി. എന്നാൽ t2 - c1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം. എന്നാൽ dv ബൈ dt, ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് കിട്ടി സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്തായിരിക്കും, വെലോസിറ്റി ഗ്രാഫ് ഗീവ്സ് എന്തായിരിക്കും, ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ടാൻ തീറ്റ കണ്ടുപിടിച്ച ടാൻ തീറ്റ എന്ത് തന്നെയാണ്, സ്ലോപ്പ് തന്നെയാണ്. അപ്പോൾ ടാൻ തീറ്റയും എന്ത് തന്നെ ആയിരിക്കും, ആക്സിലറേഷൻ. ചിലപ്പോൾ എക്സാമിന് ഗ്രാഫിൻ്റെ എന്ത് തരാം, ഗ്രാഫിൻ്റെ ആംഗിളാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആംഗിൾ ഉപയോഗിച്ച് ടാൻ തീറ്റ ഉപയോഗിച്ച് സ്ലോപ്പ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. ഇനി 2 പോയിൻ്റാണ് തരുന്നതെങ്കിൽ y2 - 1 ഡിവൈഡ് ബൈ x2 - x1 ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, അവിടെ സ്ലോപ്പ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലോട്ട് എന്ത് ചെയ്യാം, കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏരിയ അണ്ടർ എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ ഞാൻ ആദ്യം ഒരു പരിപാടി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഈ എക്സാമിന് ഈ ഡെറിവേഷൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നതാണ്, ചോദിക്കുന്ന ഒരു ഡെറിവേഷനും കൂടാണിത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നല്ല, വെലോസിറ്റി 0 നിന്നല്ല, റെസ്റ്റിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഞാൻ അതിനെ u എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെ അത് യൂണിഫോം ആക്സിലറേഷൻ മോഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടുന്ന സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഞാൻ ഗ്രാഫ് ഇവിടുന്ന് വരക്കാൻ കാരണം, ഇവിടുന്ന് വരക്കുകയാണെങ്കിൽ വെലോസിറ്റി 0 ആണ്, ഇവിടുന്ന് വരക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്, ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. അങ്ങനെ ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി, v ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ ടൈം എന്താണ്, 0, അതിൻ്റെ ഫൈനൽ ടൈം എന്താണ്, t ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ നമുക്കറിയാം, ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു, ഇത് യൂണിഫോം മോഷനാണ്. ഇവിടെ നിങ്ങൾ ഏരിയ ഒന്ന് എടുത്ത്, ഏരിയ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ എന്ന് പറയുന്ന സാധനം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് വെലോസിറ്റി ഇൻറ്റു എന്തായിരിക്കും, ടൈം. എന്താ വെലോസിറ്റി ടൈം എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും, x = ut പ്ലസ് എന്താണ്, ½ at² ഡെറിവ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കിയിട്ട് പോൾ ഇവിടുന്ന് ഡെറിവേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഇതിന് എത്ര പോർഷൻ ഉണ്ട്, 2 പോർഷൻ ഉണ്ട്, 1ഉം അതുപോലെ എന്താണ് 2. ഓക്കെ, നമുക്ക് ആദ്യത്തെ പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോർഷൻ്റെ ഏരിയ പ്ലസ് എന്തായിരിക്കും, രണ്ടാമത്തെ പോർഷൻ്റെ ഏരിയ ആണ്. ഒന്നാമത്തെ പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, L ഇൻറ്റു ബി പ്ലസ് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ½ ഇൻറ്റു ബേസ് ഇൻറ്റു എന്താണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഹൈറ്റ്. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്, ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇവിടെ ലെങ്ത് എന്താണ്, u ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്, ut പ്ലസ് ½ ഇൻറ്റു, ഇനി എന്താണ് ഇവിടുത്തെ ബേസ് t തന്നെയാണ്. എന്താണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് അല്ലേ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണല്ലേ. അതായത് ഈ വലിയ ഡിസ്റ്റൻസിൽ നിന്നും ഈ ചെറിയ ഡിസ്റ്റൻസ് കുറച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുന്നത്. എന്താ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം u ആണ്. ഇവിടം മുതൽ ഡിസ്റ്റൻസ് എന്താണ്,
വി ആണ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും വി മൈനസ് എന്തായിരിക്കും യു ആയിരിക്കും വി മൈനസ് എന്തായിരിക്കും യു ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം വി മൈനസ് എന്ത് കൊടുക്കാം യു കൊടുക്കാം ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ വി നോ ദാറ്റ് വി ഈക്വൽ ടു എന്താണ് യു പ്ലസ് എ ടി ആണ് ദെൻ വി മൈനസ് യു ഈക്വൽ ടു എന്താണ് എ ടി അപ്പോൾ വി മൈനസ് യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം എ ടി എന്ന് കൊടുക്കാം ദെൻ ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യുവിന് പകരം എന്ത് കൊടുക്കുക എ ടി കൊടുക്കുക അപ്പോൾ എന്ത് കിട്ടി യു ടി പ്ലസ് എന്ത് കിട്ടി ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി എന്താണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നത് ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ എക്സ് ഈസ് ഈക്വൽ എന്താണ് യു ടി പ്ലസ് എന്താണ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ എന്ത് കിട്ടി നമുക്ക് യു ടി പ്ലസ് എന്താണ് ഹാഫ് എ അങ്ങനെ പറയേണ്ട ഇങ്ങനെ പറഞ്ഞാൽ മതി നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ആൻഡ് ഗ്രാഫ് എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എങ്കിൽ എക്സ് ഈസ് ഈക്വൽ എന്ത് കിട്ടി നമുക്ക് യു ടി പ്ലസ് എന്താണ് ഹാഫ് എ ടി സ്ക്വയർ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് ഇത് മിക്ക എക്സാമിനും എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നതാണ് ഇത് മനസ്സിലാക്കി പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എക്സാമിന് പോകാൻ പാടുള്ളൂ ഓക്കെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് വെലോസിറ്റിനെ കുറിച്ചാണ് റിലേറ്റീവ് വെലോസിറ്റി പേരിൽ തന്നെ ഉണ്ട് ഒരു ബോഡിയുടെ വെലോസിറ്റിനെ മറ്റൊരു ബോഡിയുടെ വെലോസിറ്റിയായിട്ട് കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് മറ്റൊരു ബോഡിയുടെ വെലോസിറ്റി പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഇപ്പം ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു രണ്ട് ബോഡിയുണ്ട് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബോഡി ഈ രണ്ട് ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ശ്രദ്ധിക്കുക എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ബോഡിയുണ്ട് എ പോകുന്ന വെലോസിറ്റി വി എ ബി പോകുന്ന വെലോസിറ്റി വി ബി ഞാനിപ്പോൾ ബിയിലാണ് ഇരിക്കുന്നത് ഞാൻ ബിയിലിരുന്നു കൊണ്ട് എങ്ങോട്ട് നോക്കുന്നു എ നോക്കുന്നു ഞാൻ ബിയിലിരുന്നു കൊണ്ട് എങ്ങോട്ട് നോക്കുന്നു എ നോക്കുന്നു അപ്പം ഞാനും മോഷനിലാണ് അയാളും എന്തിലാണ് മോഷനിലാണ് അപ്പോൾ നമ്മളവിടെ വെലോസിറ്റി പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ടൈമിലാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വെലോസിറ്റി പറയുന്നത് അതായത് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എയുടെ വെലോസിറ്റിയാണ് വിത്ത് റെസ്പെക്ട് ടു ബി അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ബിയിലിരുന്നു കൊണ്ട് എനെ നോക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും വി എ ബി വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ബി ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് സിമ്പിളാണ് വി എ മൈനസ് എന്താണ് വി ബി ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഇനി നേരെ തിരിച്ചാണെങ്കിലോ എയിലിരിക്കുന്ന ഒരാൾ ബി എ നോക്കുന്നു അപ്പോൾ ഇതെന്തായിരിക്കും വി എ ബി ആയിരിക്കും വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇനി എയിലിരിക്കുന്ന ആൾ ബി എ നോക്കുകയാണെങ്കിലോ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ബി വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കും എ ആയിരിക്കും അതെന്താണ് വി ബി എ എന്താ വി ബി എ വെലോസിറ്റി ഒബ്ജക്റ്റ് ബി വിത്ത് റെസ്പെക്ട് ടു എന്താണ് എ ദാറ്റ് മീൻസ് എന്തായിരിക്കും വി ബി മൈനസ് എന്തായിരിക്കും വി എ ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുള്ള എന്ത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതൊക്കെ പോസിറ്റീവ് എടുത്താൽ തിരിച്ചു പോകുന്ന വെലോസിറ്റി എന്തെടുക്കണം നെഗറ്റീവ് എടുക്കണം അപ്പോൾ ഇവിടെ വി എയും വി ബി എന്താണ് പോസിറ്റീവാണ് അപ്പോൾ തിരിച്ചാണെങ്കിലോ വി ബി ഇങ്ങോട്ട് വരുവാണെങ്കിലോ വി എ എന്തായിരിക്കും പോസിറ്റീവ് വി ബി എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ആ സൈൻ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് നോക്കി വെക്കണം അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ വെലോസിറ്റി മറ്റൊരു ബോഡി വെച്ച് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി എ ബി അപ്പോൾ എന്താണ് വി എ ബി എന്ന് വെച്ചാൽ വി എ മൈനസ് വി ബി ഓക്കെ വി എ എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റി വി ബി എന്ന് പറയുന്നതാണ് ബി എന്ന് പറയുന്ന ബോഡിയുടെ എന്താണ് വെലോസിറ്റി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ എന്ത് നോക്കാം ഒരു ഗ്രാഫ് നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ എ എന്ന് പറയുന്നൊരു ബോഡി പോകുന്ന വെലോസിറ്റിയാണ് വി എ ബി എന്ന് പറയുന്ന ബോഡി പോകുന്ന വെലോസിറ്റി വി ബി ആണ് വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി ആണ് ശ്രദ്ധിക്കുക പൊസിഷൻ ടൈം ഗ്രാഫാണ് വരക്കുന്നത് അപ്പോൾ എ എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അത് പോകുന്ന വെലോസിറ്റി എന്താണ് വി എ ആണ് ബി എ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ബി എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബി എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ബിയുടെ വെലോസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വരക്കണം ഇങ്ങനെ വരക്കണം എന്തതിൻ്റെ പ്രത്യേകത ഇതിന് സ്ലോപ്പ് കൂടുതലാണ് ഇതിന് സ്ലോപ്പ് എന്താണ് കുറവാണ് സ്ലോപ്പ് കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും കൂടും സ്ലോപ്പ് കുറയുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും കുറയും അപ്പോൾ ഇതാണ് വി എ ഈസ് ഗ്രേറ്റർ ദാൻ വി ബിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഗ്രാഫ് നമുക്ക് നോക്കാം വി ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് അത് തന്നെ വി ബി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് വി എ അപ്പോൾ വി എ എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഇനി വി ബിയുടെ വെലോസിറ്റിനേക്കാൾ എന്താണ് കൂടുതലാണ് അപ്പോൾ വി എ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത് വി ബി എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ സ്ലോപ്പ് എന്തായിരിക്കും അതിൻ്റെ കൂടുതലായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വി ബി എന്ന് പറയുന്ന ബോഡി അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ബോഡി ഈ പോയിന്റിൽ വെച്ച് എന്താ സംഭവിക്കുന്നത് അതിന് എന്ത് ചെയ്യും ഓവർടേക്ക് ചെയ്യും അപ്പോൾ ഓവർടേക്കിംഗ് ചെയ്യുന്ന പൊസിഷൻ എന്തായിരിക്കും ഈ ഒരു പൊസിഷൻ വെച്ച് അവൻ എന്ത് ചെയ്യും ഓവർടേക്ക് ചെയ്യും കാരണം ആദ്യത്തെ ബോഡിക്ക് വെലോസിറ്റി എന്താണ് കുറവും രണ്ടാമത്തെ ബോഡിക്ക് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് ആദ്യം പോയ ബോഡീനെ ബി എന്ന് പറയുന്ന ബോഡി എന്ത് ചെയ്യും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും ഓവർടേക്ക് ചെയ്യും ഇതാണ് ഓവർടേക്ക് ചെയ്യുന്ന പൊസിഷൻ ഇതാണ് ഓവർടേക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇനി അടുത്തത് നോക്കിയേ വി എയും
വി ബിയും എന്താണ് ഈക്വലാണ്. വി ഈക്വൽ ടു എന്താണ് വി ബി. ഗ്രാഫ് എങ്ങനെ വരും? രണ്ടുപേരുടെയും സ്ലോപ്പ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്ത് വരും? രണ്ടുപേരും എന്തായിരിക്കും? പാരലായിരിക്കും. വി എയും വി ബിയുടെയും വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അപ്പോൾ ഒരിക്കലും ഇവർ എന്ത് ചെയ്യത്തില്ല? ഓവർടേക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഓർക്കുക, ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടുതലാണ്, അടുത്ത ബോഡിയുടെ വെലോസിറ്റി കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആദ്യത്തെ, അതായത് സ്പീഡ് കൂടിയ ആളാണ് ആദ്യം പോകുന്നതെങ്കിൽ ഒരിക്കലും അവരെന്ത് ചെയ്യത്തില്ല? ഓവർടേക്ക് ചെയ്യത്തില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? ഒരു ബോഡിയുടെ വെലോസിറ്റി കൂടുതലും ഒരെണ്ണത്തിൻ്റെ കുറവാണ്, പക്ഷേ സ്പീഡ് കൂടിയ വെലോസിറ്റി സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടിയ ബോഡി സ്പീഡ് കുറഞ്ഞ ബോഡിനേക്കാൾ അതായത് അത് മൂവ് ചെയ്യുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യും. ഇനി ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല? ഓവർടേക്ക് ചെയ്യില്ല. അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെ പറഞ്ഞത്. നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ ഡെപ്തിലോട്ട് എന്ത് ചെയ്യണം? ഇറങ്ങിപ്പോകണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിന്നാണ് കൂടുതലായിട്ടും എക്സാമിന് എന്ത് ചെയ്യുന്നത്? പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഡെറിവേറ്റീവ് പാർട്ടുണ്ട്. ആ ഡെറിവേറ്റീവ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ ഡെറിവേറ്റീവ് പാർട്സും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഡെറിവേറ്റീവ് പാർട്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്. അത് എക്സാമിന് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. ഒരു പൊസിഷൻ തരും. ഒരു പൊസിഷൻ തന്നു. എസ് ഓഫ് ടി എക്സ് എന്ന് തരത്തോളായിരിക്കും ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 3t². ഇതൊരു പൊസിഷനാണ്. എന്നിട്ട് ചോദിക്കും ഈ ബോഡിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്, ഈ ബോഡിയുടെ 5ാമത്തെ സെക്കൻഡിലെ പൊസിഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 10ാമത്തെ സെക്കൻഡിൽ എന്ത് കണ്ടുപിടിക്കുക? പൊസിഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5ാമത്തെ സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി t = 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 5³ പ്ലസ് 3 × എന്തായിരിക്കും? 5² ആയിരിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? ഇനി 2ാം സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾ t = 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചോദിച്ചു ഇതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കുക? നമുക്കറിയാം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? dx/ എന്താണ്? dt ആണ്. ഓക്കെ, അപ്പോൾ d/dt ഓഫ് എക്സിന് വരെ ഇവിടെ എന്താ കിടക്കുന്നത്? t³ പ്ലസ് എന്താണ്? 3t² ആണ്. അപ്പോൾ ഇനി ഡെറിവേറ്റീവ് എടുക്കാൻ നേരത്തെ എന്താ സംഭവിക്കും? t³ ഡെറിവേറ്റീവ് എന്താണ്? 3 × t² പ്ലസ് എന്താണ് 3t² ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 3 × 2 × എന്ത് വരും? t എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 3t² പ്ലസ് എന്ത് വരും? 6t വരും. ഇനി ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തിട്ട് കൊടുക്കുക? t = എന്നിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ t = നിങ്ങൾ 2 ഇട്ട് കൊടുക്കാൻ നേരത്ത് 3 × 2² പ്ലസ് 6 × എന്ത് വരും? 2 എന്ന് കിട്ടുകയും ഇത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിച്ചു. എന്ത് കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമുക്കറിയാം എന്താണ് ആക്സിലറേഷൻ ഇക്വേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് dv/ എന്താണ്? dt ആണ്. അപ്പോൾ d/ എന്താണ്? dt ഓഫ് വെലോസിറ്റി നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 3t² പ്ലസ് എന്താണ്? 6t ആണ്. ഓക്കെ, ഇവിടെ എന്താ എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുന്നത്? 3നെ പുറത്തെടുക്കുക. t² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2t ആയിരിക്കും. പ്ലസ് 6നെ പുറത്തെടുക്കുക. t ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 6t പ്ലസ് എന്തായിരിക്കും? 6 ആയിരിക്കും നിങ്ങളുടെ ആൻസർ കിട്ടുന്നത്. ഇനി t = 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ a(2) എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6 × 2 പ്ലസ് എന്താണ്? 6. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് എന്ത് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല. ഇപ്പോൾ വെലോസിറ്റി എന്നിട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് എന്ത് ചെയ്യണം? ഈ സാധനത്തിനെ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. ഈ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഓണം എക്സാമിന് 2019-2020 ഓണം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടാണിത്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനകത്തും നമുക്ക് ഈ പാറ്റേൺ കാണാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസിനകത്ത് വർക്കൗട്ട് ചെയ്യുക. ഇതിനകത്ത് ഡെറിവേഷനോ കാര്യങ്ങളോ വളരെ കുറവാണ്. അപ്പോൾ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ആൻഡ് ഗ്രാഫിൻ്റെ ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. ഡെറിവേഷൻസ് കുറവായതുകൊണ്ട് തന്നെ കൂടുതലും ഗ്രാഫിൽ നിന്നായിരിക്കും പ്രോബ്ലംസ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തെങ്കിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നല്ലൊരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് എന്ത് ചെയ്യാം? അടുത്ത ലെക്ചറിൽ കാണാം. അതുവരെ ബൈ.